സെൻറ്റ് മേരീസ് ഐ ടി കാച്ചേരിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡ് തിയറി ഓൺലൈൻ ക്ലാസ് 10 ഇലക്ട്രോണിക് ഇഗ്നിഷൻ സിസ്റ്റം. Principle of electronic ignition system. A timer 7 is used in the distributor 6 of electronic ignition system. ഇവിടെ 7 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള പേജ് നമ്പർ 40 ഫോർത്ത് സെമിസ്റ്ററിൽ ഫിഗർ എടുത്ത് കാണിക്കാം. ഇപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്ത് മാത്രമേ കാണുന്നുള്ളൂ. അത് നിങ്ങൾ ആ പുസ്തകം എടുത്ത് വെച്ചിട്ട് വേണം നോക്കാനായിട്ട്. ഫിഗറിൽ 7 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ടൈമർ, അതാണ് ഈ 6 എന്ന ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റത്തിൽ, ഇലക്ട്രോണിക് ഇഗ്നിഷൻ സിസ്റ്റത്തിൽ ഈ 6 എന്ന് അടയാളപ്പെടുത്തി ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് കറണ്ട് കൊടുക്കുന്നതിന് സഹായകമായി വർക്ക് ചെയ്യുന്ന ഒരു ടൈമറാണ്. ഇറ്റ് സെൻസ് ഇലക്ട്രിക്കൽ പൾസ് ടു ആൻ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് 4 ECU 4 എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഇഗ്നിഷൻ സിസ്റ്റത്തിലേക്ക് സിഗ്നൽ കൊടുക്കുന്ന ഈ ടൈമറാണ്. ആസ് എ റിസൾട്ട് എ ഹൈ വോൾട്ടേജ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി സെക്കൻഡറി വൈൻഡിങ്. അങ്ങനെ ഈ ടൈമർ കറണ്ട് കൊടുക്കുന്നതോടുകൂടി ECM അല്ലെങ്കിൽ ECU അവിടെ ഇഗ്നിഷൻ കോയിലേക്ക് പ്രൈമറി കോയിലിലേക്ക് കറണ്ട് കട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആസ് എ റിസൾട്ട് എ ഹൈ വോൾട്ടേജ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ സെക്കൻഡറി വൈൻഡിങ് വിച്ച് ദാൻ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ സ്പാർക്ക് പ്ലഗ് ആസ് ദ ഇൻ കേസ് ഓഫ് ബ്രേക്കർ പോയിന്റ് ഇഗ്നിഷൻ സിസ്റ്റം. ബ്രേക്കർ പോയിന്റ് ഇഗ്നിഷൻ സിസ്റ്റത്തിലുള്ള പോലെ തന്നെ ഹൈ വോൾട്ടേജ് ഇഗ്നിഷൻ കോയിൽ ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ ഫിഗറാണ് നമ്മൾ കാണുന്നത്. ഒരു ബാറ്ററി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇഗ്നിഷൻ കോയിൽ, അതിൽ 8 9 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 8 ശരിക്കും പ്രൈമറി കോയിലാണ്, 9 സെക്കൻഡറി കോയിൽ. ECU 4 കാണിക്കുന്നു. ഈ 7 ആണ് ഇതിലുള്ള ടൈമർ. ഡിസ്ട്രിബ്യൂട്ടർ കാണാം 6, സ്പാർക്ക് പ്ലഗ് കാണാം. ഇവിടെ ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ട് സ്വിച്ചിൽ കൂടെ ഇഗ്നിഷൻ കോയിലിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിൽ കൂടെ കടന്നു പോവുകയാണ്. അതങ്ങനെ ECMൽ കൂടിയാണ് പോകുന്നത്. അത് എർത്താവുന്നത് ECMൽ കൂടിയാണ്. ഈ 7 എന്ന് പറഞ്ഞ ടൈമറിൽ നിന്ന് സിഗ്നൽ കിട്ടുന്നതോടുകൂടി ECU പ്രൈമറി വൈൻഡിങ്ങിലേക്കുള്ള കറണ്ട് കട്ട് ചെയ്യുകയും ഉടൻ തന്നെ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഈ 2 വൈൻഡിങ്ങിൻ്റെ കോയിലിൻ്റെ ഇടയിൽ കോയിലിൻ്റെ സെൻട്രലൊരു ഉണ്ടാകുന്ന ഒരു സെൻട്രൽ ഒരു ഇലക്ട്രോഡ് ഉണ്ട്. അതിൽ ചുറ്റിയാണ് ഇത് പോകുന്നത്. ഈ പ്രൈമറി വൈൻഡിങ്ങിൽ കറണ്ട് കട്ട് ചെയ്യുന്നതോടുകൂടി ഇഗ്നിഷൻ കോയിലുള്ള സെക്കൻഡറി വൈൻഡിങ്ങിൽ, അതായത് ഫിഗറിൽ 9 ഹൈ വോൾട്ടേജ് ഉണ്ടാവുകയും ആ ഹൈ വോൾട്ടേജാണ് കോയിലിൽ കൂടെ എവിടേക്ക് വരുന്നത്, ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് എത്തുന്നത്. ഡിസ്ട്രിബ്യൂട്ടറിൽ കണക്ഷൻ ചെയ്തിരിക്കുന്ന സ്പാർക്ക് പ്ലഗ്, അത് സ്പാർക്ക് പ്ലഗ് ഏത് പ്ലഗിലേക്കാണോ കണക്ഷൻ കൊടുക്കേണ്ടത് അതത് പ്ലഗിലേക്ക് കറണ്ട് അവിടെ നിന്ന് വന്നു ചേരുന്നതാണ്. ഇതിൽ ഈ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൊടുത്ത വീണ്ടും അടുത്തത് കൊടുക്കും. അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഈ ടൈമർ എന്ന് പറയുന്നത് നമ്മൾ അടുത്ത് നോക്കുന്നത്. എ പൾസ് ജനറേറ്റർ കൺസിസ്റ്റ് ഓഫ് പ്രൈമറി പെർമനൻറ്റ് മാഗ്നറ്റ്. ഫിഗർ കാണാൻ സാധിക്കും, ഫിഗർ 2 അതിലൊരു പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ 1 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ടൈമർ, ഒരു ടൈമർ അതിലുണ്ട്. പിന്നെ ഒരു കോയിൽ, അതിൻ്റെ റിലക്ടർ എന്ന് പറഞ്ഞ 3 സാധനങ്ങൾ കൂടി വസ്തുക്കൂടിയിൽ ഉണ്ട്. ദ പെർമനൻറ്റ് മാഗ്നറ്റ് ആൻഡ് ദ ടൈം കോയിൽ റിമെയിൻ സ്റ്റേഷനറി. അതിൽ പെർമനൻറ്റ് മാഗ്നറ്റും ആ ടൈം കോയിലും നിൽക്കുകയാണ്, അത് തിരിയുന്നില്ല. ദ റിലക്ടർ ഈസ് ഫിറ്റഡ് ടു ദ ഡിസ്ട്രിബ്യൂട്ടർ ഷാഫ്റ്റ് ആൻഡ് ഈസ് ദ ഷേപ്പ് ഓഫ് എ വീൽ വിത്ത് ടീത്ത്. റിലക്ടർ എന്ന് പറയുന്നത് അത് ഡിസ്ട്രിബ്യൂട്ടർ ഷാഫ്റ്റിലാണ് വെച്ചിട്ടുണ്ടാവുക. അതിൽ നമുക്ക് ഫിഗറിൽ കാണാം, അതിൽ ഒരു ടീത്തുകൾ ഉള്ള ഒരു വീലായിട്ടാണ് അത് കാണിക്കുന്നത്. വെൻ ദ ഡിസ്ട്രിബ്യൂട്ടർ ഷാഫ്റ്റ് റിവോൾവ്സ് the reluctor wheel rotates its teeth moving very near to the pole plates of the permanent magnet. ഈ റിലക്ടർ വീല് പോകുന്നതോടുകൂടി
ഈ പൾസ് ജനറേറ്ററിൻ്റെ പടം നമുക്ക് കാണാം. ഈ റിലക്ടർ വീല് തിരിയുന്നതോടുകൂടി അതത്ര മാഗ്നറ്റിൻ്റെ ഭാഗത്തേക്ക് ഓരോ ടീത്ത് വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. The reluctance of the air gap between the other inductor tooth and the timer coil is reduced. അത് ഈ ഗ്യാപ്പ് ഇൻഡക്ടർ കോയിലിൻ്റെയും ടൈമറിൻ്റെയും വളരെ അടുത്താണ് ഇരിക്കുക. അറ്റ് ദ സെയിം ടൈം ദ reluctance of the air gap between the reluctor tooth and the magnet is also reduced. അറൗണ്ട് ദ ടൈമർ കോയിൽ. അതുകൊണ്ട് അടുത്തടുത്ത് ഇരിക്കുന്നതുകൊണ്ട് ടൈമർ കോയിൽ വളരെയധികം മാഗ്നറ്റിക് ശക്തി ഉണ്ടാകുന്നു. കറണ്ട് ഈസ് പെർമിറ്റഡ് ടു ഫ്ലോ ത്രൂ ദ ടൈമർ കോയിൽ ടു ദി ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്. കറണ്ട് ടൈമറിൽ കൂടെ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റിലേക്ക് ചെല്ലുന്നു. വെയർ ദ പ്രൈമറി കറണ്ട് ഫ്ലോസ്, ആ കറണ്ട് അതുകൂടെ ചെല്ലുന്നതോടൊപ്പം ആസ് എ റിസൾട്ട് ദ ഇഗ്നിഷൻ കോയിൽ ബിൽഡ്സ് അപ്പ് എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. അത് കാരണം ഇഗ്നിഷൻ കോയിലിൽ നല്ലൊരു മാഗ്നറ്റിക് പവർ ഉണ്ടാകുന്നു. As the reluctor wheel rotates slightly further, the reluctor tooth moves away from the timer coil. അങ്ങനെ ദ റിലക്ടർ വീല് റൊട്ടേറ്റ് ചെയ്യുന്നു ചെറുതായിട്ട്. അതോട് കൂടിയിട്ട് അതിൻ്റെ ടൂത്ത് അതിൻ്റെ ടൈമർ കോയിലിൽ നിന്ന് മാറി നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ ദ എയർ ഗ്യാപ്പ് ബിക്കംസ് വൈഡർ ഓഫറിങ് എ ഹൈ റിലക്ടൻസ്. ആ ഗ്യാപ്പ് കൂടുന്നതുകൊണ്ട് ആ ഗ്യാപ്പ് റിലക്ടൻസ് വളരെ കൂടുന്നു. ദിസ് റിസൾട്ട് ഇൻ എ വീക്കർ മാഗ്നറ്റിക് ഫീൽഡ്. അതോടുകൂടി മാഗ്നറ്റിക് ഫീൽഡ് വീക്കാവുന്നു, ശക്തി കുറയുന്നു. ഫോർ ദ ടൈമർ കോയിൽ ആൻഡ് ദ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് റിവേഴ്സ്. അങ്ങനെ വോൾട്ടേജ് ഇൻഡ്യൂസ് ആവുന്നു. ദ ഫ്ലോ ഓഫ് കറണ്ട് ദ പ്രൈമറി സർക്യൂട്ട് ഈസ് സ്റ്റോപ്പ്ഡ്. അങ്ങനെ തന്നെ പ്രൈമറി സർക്യൂട്ടിലേക്കുള്ള കറണ്ട് നിൽക്കുന്നു. ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദി ഇഗ്നിഷൻ കോയിൽ കൊളാപ്സ് ആൻഡ് ഇനഫ് ഹൈ വോൾട്ടേജ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫോർ ദ പ്രൊഡ്യൂസിങ് സ്പാർക്ക് അറ്റ് ദ സ്പാർക്ക് പ്ലഗ്. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിൽ മാഗ്നറ്റിക് പവർ കോയിലിൽ ഇല്ലാണ്ടാവുന്നതോടുകൂടി സെക്കൻഡറി കോയിലിൽ ഹൈ വോൾട്ടേജ് ഉണ്ടാകുന്നു. സ്പാർക്ക് പ്ലഗിലേക്ക് കൊടുക്കുവാൻ തക്ക ശക്തിയുള്ള വോൾട്ടേജ് സെക്കൻഡറി കോയിലിൽ ഉണ്ടാവും. ദ റിലക്ടർ വീൽ ഇൻ ദി ഫിഗർ ഹാസ് 6 ടീത്ത്. നമ്മൾ ഫിഗറിൽ കാണാം, അതിന് 6 വീലുണ്ട്. ദിസ് വീൽ ഈസ് യൂസ്ഡ് ഫോർ 6 സിലിണ്ടർ എഞ്ചിൻ. ഈ വീല് 6 സിലിണ്ടർ എഞ്ചിനാണ്. വീലിൻ്റെ ടീത്തിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കും. ഇത് 6ആണ്. 4 സിലിണ്ടർ ആണെങ്കിൽ 4 എണ്ണം അതിൽ നമുക്ക് കാണുന്നുള്ളൂ. അടുത്തത് ഈ നമ്മൾ നേരത്തെ ഫിഗറിൽ പറഞ്ഞ ടൈമർ 2 രീതിയിലുണ്ട്. ഒന്ന് പൾസ് ജനറേറ്റർ ആയിട്ടും കാണാം, അടുത്ത് ഹാൾ എഫക്റ്റ് സെൻസറായിട്ട് നമുക്ക് കാണാം. അടുത്തത് ഹാൾ എഫക്റ്റ് സെൻസർ നമുക്ക് നോക്കാം. എ ഹാൾ എഫക്റ്റ് വാസ് നെയ്മഡ് ആഫ്റ്റർ ദ സയൻറ്റിസ്റ്റ് ഹു ഡിസ്കവേർഡ് ദ എഫക്റ്റ്. ഈ ഹാൾ അതിൻ്റെ പേര് അതുണ്ടാക്കി കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരിനോട് ചേർന്നാണ് അതങ്ങനെ വന്നത്. മാഗ്നറ്റിക് സെൻസേഴ്സ് യൂസ്ഡ് ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ യൂട്ടിലൈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹാൾ എഫക്റ്റ്. ആ മാഗ്നറ്റിക് സെൻസർ ഉപയോഗിക്കുന്നത് ഹാൾ എഫക്റ്റിൻ്റെ പ്രിൻസിപ്പിൾ തത്വം അടിസ്ഥാനത്തിലാണ്. ഷോൺ ദർ ഇസ് എ മാഗ്നറ്റിസം ഇൻ ദ എയർ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ 2 പോൾസ് ഓഫ് ദ മാഗ്നറ്റ്. 2 മാഗ്നറ്റ് തമ്മിലുള്ള മാഗ്നറ്റിസമാണ് അതിൻ്റെ എയർ ഗ്യാപ്പിലുള്ള നമുക്ക് കാണുന്നത്, ഫിഗറിൽ കാണാം. When a steel shutter is placed or moved between these poles, the magnetism is in the air gap cut off. അങ്ങനെ ഈ സ്റ്റീൽ ഷട്ടർ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയോ അതല്ലെങ്കിൽ ഈ മാഗ്നറ്റ് ഒന്ന് തെന്നി മാറുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എയർ ഗ്യാപ്പ് നഷ്ടപ്പെടും. ദിസ് പ്രിൻസിപ്പിൾ ഈസ് കോൾഡ് ഹാൾ എഫക്റ്റ്. അതിനാണ് നമ്മൾ ഹാൾ എഫക്റ്റ് എന്ന് പറയുന്നത്. ആ ഫിഗർ 3 നമുക്ക് കാണാൻ സാധിക്കും. അതായത് ആദ്യത്തെ ഭാഗത്ത് നമുക്ക് എയർ ഗ്യാപ്പ് ഉണ്ട്, മാഗ്നറ്റിക് പോൾസ് 2 എണ്ണം നിൽക്കുന്നു. അതിൽ നമുക്ക് സിഗ്നൽ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാവും. രണ്ടാമത്തേൽ അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റീൽ ഷട്ടർ വരികയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ സിഗ്നൽ കിട്ടാത്ത എഫക്റ്റ് അവിടെ വരുന്നു. എ റോട്ടർ വീൽ കർവ്ഡ് പ്ലേറ്റ്സ് ഈസ് യൂസ്ഡ് ഇൻ ദി ഹാൾ എഫക്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഓഫ് ആൻ ഇലക്ട്രോണിക് സിസ്റ്റം. നമ്മളിതിനിടയിൽ ഒരു കർവ്ഡ് പ്ലേറ്റ്, നേരത്തെ കാണിച്ച പടത്തിൽ നേരെ നിൽക്കുന്ന പടമാണ്, നമുക്ക് അടുത്ത പടം കാണാം. അതിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ മാഗ്നറ്റിസം കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ദിസ് കർവ്ഡ് പ്ലേറ്റ്സ് ആർ കോൾഡ് ഷട്ടേഴ്സ്. ഇതിന് നമുക്ക് ഷട്ടർ എന്ന് പേര് പറയാം. ദ ഷട്ടേഴ്സ് ആർ കർവ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ക്യാൻ മൂവ് ബിറ്റ്വീൻ 2 പോൾസ് ഓഫ് ദ മാഗ്നറ്റിക് സെൻസർ വിത്ത് ദ മൂവ്മെൻറ്റ് ഓഫ് ദി റോട്ടർ. ഈ ഷട്ടർ കർവ്ഡാണ്.
അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ തിരിയോണ്ട് കൂട്ട് രണ്ട് പോളിൻ്റെ ഇടയിൽ മാഗ്നറ്റിസം ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നു. നമുക്ക് ഫിഗർ 4 കാണാൻ സാധിക്കും. റോട്ടർ, ഷട്ടർ നമുക്ക് 4 ഷട്ടർ നമുക്ക് കാണാൻ സാധിക്കും. ദ നമ്പർ ഓഫ് ദ ഷട്ടർ ഈസ് ദ സെയിം ആസ് ദ നമ്പർ ഓഫ് ദ സിലിണ്ടർ ഇൻ ദ എൻജിൻ. എത്ര ഷട്ടർ ഉണ്ടോ അത്ര സിലിണ്ടർ ഉണ്ടായിരിക്കും. നേരത്തെ നമ്മൾ കാണിച്ചു, ഇതിൽ 6 ടീത്തുള്ളതിനാണ് നമ്മൾ മറ്റേ പൾസ് ജനറേറ്ററിൽ കാണിച്ചു. അതുപോലെ ഇതിൽ 4 കാണിച്ചു. അപ്പോൾ 4 സിലിണ്ടറാണ്. 6 സിലിണ്ടർ ഉണ്ടെങ്കിൽ ഷട്ടർ 6 കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ഷട്ടർ എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള 4 നമുക്ക് ഫിഗറിൽ കാണാം. Whenever a shutter passes between the two poles of the magnetic sensor, it cuts off the magnetism in the air gap between the poles. അങ്ങനെ ഈ ഷട്ടറുകൾ രണ്ട് മാഗ്നറ്റിൻ്റെ ഇടയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടെ ആ മാഗ്നറ്റിസം ഇല്ലാതാവുന്നു. അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് കട്ട് ഓഫ് ദ മാഗ്നറ്റിസം ഇൻ ദ എയർ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ പോൾസ്. ദിസ് സെൻസ് സിഗ്നൽ ടു ദ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്. അങ്ങനെ വരുമ്പോൾ സിഗ്നൽ കട്ടായി എന്നുള്ളത് ECUവിന് അതൊരു സിഗ്നൽ കൊടുക്കും. അങ്ങനെ വരുന്ന സെൻസർ shutter moves away from the air gap. The magnetism sensor develops a voltage. ECU then receives signals from the magnetic sensor to permit to current to pass through the primary winding of the ignition coil. However, when the shutter passes between the poles, the magnetic field cut off, the signal's voltage comes to 0. ഇങ്ങനെ നമ്മൾ ഈ ഷട്ടർ പ്രൈമറി വൈൻഡിങ്ങിലൂടെ കറണ്ട് കടത്തിവിടാണ്. അങ്ങനെ ഷട്ടർ അതിനിടയിലേക്ക് വരുന്ന നേരത്ത്, ആ രണ്ട് മാഗ്നറ്റിലേക്ക് വരുന്ന നേരത്ത് ECUവിന് സിഗ്നൽ കിട്ടും. ഉടൻ തന്നെ ECU പ്രൈമറി വൈൻഡിങ്ങിലത്തെ കറണ്ടിനെ കട്ട് ചെയ്യുകയും ചെയ്യും. അതോടുകൂടിയിട്ട് അവിടെ സെക്കൻഡറി വൈൻഡിങ്ങിൽ വോൾട്ടേജ് ഉണ്ടാവും. When the ECU suddenly cuts off the flow of current to the ignition coil primary winding, the magnetic field collapses. Then this result the production of high voltage in the secondary winding, which gives rise to a spark in the spark plug. അപ്പോൾ അങ്ങനെ പ്രൈമറി വൈൻഡിങ്ങിലത്തെ കറണ്ട് കട്ടാകുമ്പോൾ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഹൈ വോൾട്ടേജ് ഉണ്ടാവുകയും അത് സ്പാർക്ക് പ്ലഗ് നൽകപ്പെടുകയാണ് ചെയ്യുന്നത്. The Hall effect magnetic sensor is more accurate than the magnetic pulse generator explained earlier. നേരത്തെ പറഞ്ഞ പൾസ് ജനറേറ്ററുകൾ കൂടുതൽ ആക്യുറേറ്റ് ആണ് ഈ പറഞ്ഞ ഹാൾ എഫക്റ്റ് സെൻസേഴ്സ്. നമ്മുടെ സാധാ ഇഗ്നിഷൻ സിസ്റ്റത്തിൽ ഡിസ്ട്രിബ്യൂട്ടറിൽ നമുക്ക് കറണ്ട് കോയിലിൽ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് CB പോയിൻ്റാണ്. CB പോയിൻറ്റിലൂടെ കറണ്ട് കട്ടാക്കുക ചെയ്യുന്നത്. CB പോയിൻറ്റിൽ കറണ്ട് കട്ട് ചെയ്യുമ്പോഴാണ് കോയിലിൽ പ്രൈമറി വൈൻഡിങ്ങിൽ കട്ടാവുന്നത്. പ്രൈമറി വൈൻഡിങ്ങിൽ കറണ്ട് കട്ടാവുന്നത് കൂടി സെക്കൻഡറി പോയിൻറ്റിൽ ഹൈ വോൾട്ടേജ് ഉണ്ടാകുന്നു. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറിലത്തെ CB പോയിൻറ്റ് മെക്കാനിസം, CB പോയിൻറ്റ് കണ്ടൻസർ എന്നീ മെക്കാനിസം ഇതിൽ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. പകരമാണ് ഇവിടെ ഈ പറഞ്ഞ ഹോൾ എഫക്റ്റ് സെൻസറോ അതല്ല വെച്ചിങ്ങനെ പൾസ് ജനറേറ്ററോ അവിടെ ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് ഇലക്ട്രോണിക് സ്പാർക്ക് അഡ്വാൻസ്. സാധാ ഡിസ്ട്രിബ്യൂട്ടറിൽ 2 തരം അഡ്വാൻസ് നടക്കുന്നുണ്ട്. ഒന്ന് വാക്വം അഡ്വാൻസും 2 സെൻട്രിഫ്യൂഗൽ അഡ്വാൻസും. അതിന് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഇലക്ട്രോണിക് സ്പാർക്ക് അഡ്വാൻസ്. The mechanical centrifugal advance mechanism and the vacuum advance mechanism are not used in the some electronic ignition system. നമ്മൾ നേരത്തെ പറഞ്ഞ സിസ്റ്റം ഇതെല്ലാം ഉപയോഗിക്കുന്നത് ഇതിലെങ്ങനെ ചെയ്യുന്നു. However, the electronic spark advance systems are adopted in the electronic ignition system. ഇതിൽ ഇലക്ട്രോണിക് സ്പാർക്ക് അഡ്വാൻസ് സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. To control the spark advance, the several engine sensors feed information to a computer. ഇതിന് വേണ്ടിയിട്ട് കുറേ സെൻസേഴ്സ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ സെൻസറുകളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനാണ് ECU അഡ്വാൻസിന് കാരണഭൂതമാകുന്നത്. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഇസ് ഫെഡ് ടു ദ കമ്പ്യൂട്ടർ. ഏതൊക്കെയുണ്ട്? മൂവ്മെൻറ്റ് ഓഫ് ദി ത്രോട്ടിൽ പൊസിഷൻ സെൻസർ അത് ഉപയോഗിച്ച് ത്രോട്ടിലിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കുന്നു. പ്രഷർ ഓഫ് എയറിൻ്റെ പ്രഷർ, അബ്സല്യൂട്ട് എയർ പ്രഷർ സെൻസർ. അതുപോലെ ടെമ്പറേച്ചർ ഓഫ് എയർ കമ്മിങ് ടു ദ എയർ ക്ലിയർ, എയറിൻ്റെ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഓഫ് എഞ്ചിൻ കൂളൻ ടെമ്പറേച്ചർ അളന്ന് നോക്കുന്നു. വാക്വം ഇന്ത്യക്ക് മാനിഫോൾഡ് ഇത് വാക്വം. സ്പീഡ് ഓഫ് ദി എഞ്ചിൻ്റെ സ്പീഡ്. പൊസിഷൻ ഓഫ് പിസ്റ്റൺ എവിടെ നിൽക്കുന്നു എന്ന് അളക്കാനായിട്ട് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പൊസിഷൻ സെൻസർ.
മുതലായവ ഉപയോഗിച്ച് അതിൽ നമ്മൾ സെൻസ് ചെയ്യുന്നു. ആ സെൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സെൻസറിൽ നിന്ന് കിട്ടുന്ന കറണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പ്യൂട്ടർ എത്ര അഡ്വാൻസ് കൊടുക്കണം തീരുമാനിച്ച് അതിന് നല്ല ബെസ്റ്റ് സ്പാർക്ക് അഡ്വാൻസ് ആ കണ്ടീഷൻസിൽ എഞ്ചിൻ്റെ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള അഡ്വാൻസ് അത് കൊടുക്കുന്നത്. അടുത്തത് ഡിസ്ട്രിബ്യൂട്ടർലെസ് ഇഗ്നിഷൻ സിസ്റ്റം. ഇപ്പോൾ നമ്മളിവിടെ നേരത്തെ കണ്ട രണ്ടിൽ ഡിസ്ട്രിബ്യൂട്ടർ തിരിയുന്ന 2 സംവിധാനങ്ങൾ കൊടുത്തിരുന്നു. പൾസ് ജനറേറ്റർ ആയാലും അതിൽ ഡിസ്ട്രിബ്യൂട്ടർ ഇല്ല, തിരിയുന്നൊരു സംവിധാനം നമ്മളോട് കൊടുത്തിട്ടില്ല. പക്ഷേ എങ്ങനെ അതിൽ തിരിയുന്ന സംവിധാനം ഇല്ലാണ്ടും അത് പ്രവർത്തിക്കുന്നു. ദ എൻജിൻ ഹാസ് നോ ഡിസ്ട്രിബ്യൂട്ടർ. ഇവിടെ എൻജിനിൽ ഡിസ്ട്രിബ്യൂട്ടർ ഇല്ല. ഇൻ ദ സിസ്റ്റം 2 സ്പാർക്ക് പ്ലഗ്സ് ആർ ഇഗ്നൈറ്റഡ് അറ്റ് ദ സെയിം ടൈം. 2 പ്ലഗ് ഒരേ സമയം കറണ്ട് ഉൽപ്പാദിപ്പിക്കും. ഔട്ട് ഓഫ് ദീസ് 2 സ്പാർക്ക് പ്ലഗ്സ് 1 പ്രൊവൈഡ്സ് ഇഗ്നിഷൻ ഇൻ 1 സിലിണ്ടർ ഡ്യൂറിങ് ഇറ്റ്സ് എക്സോസ്റ്റ് സ്ട്രോക്ക്. ഈ 2 സിലിണ്ടറിൽ 2 സ്പാർക്ക് പ്ലഗിൽ ഒരു പ്ലഗ് എക്സോസ്റ്റ് സ്ട്രോക്ക് ആയിരിക്കും. ഹവർ ദ ഇഗ്നിഷൻ ഹാസ് നോ എഫക്റ്റ്. അവിടെ ഇഗ്നിഷൻ വർക്ക് ചെയ്യുന്നില്ല. ആസ് ഓൺലി ബേൺഡ് ഗ്യാസ് ആർ പ്രസൻറ്റ് ഇൻസൈഡ് ദ സിലിണ്ടർ ഡ്യൂറിങ് ദ എക്സോസ്റ്റ് സ്ട്രോക്ക്. അവിടെ എക്സോസ്റ്റ് സ്ട്രോക്കിൽ ബേൺഡ് ഗ്യാസ് ആണ് ഉണ്ടാവുക, അല്ലാണ്ട് എയർ ഫ്യൂൽ മിക്സർ ഉണ്ടാവില്ല. ദ അതർ സ്പാർക്ക് പ്ലഗ് ഇഗ്നേറ്റ്സ് ദ മിക്സർ ഇൻ അനദർ സിലിണ്ടർ വെൻ ദ പൊസിഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദി കംപ്രഷൻ സ്ട്രോക്ക്. ഒരു പ്ലഗ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനമായിരിക്കും. അവിടെ കറണ്ട് ആവശ്യമായി വരും. ഹെയർ നോർമൽ കമ്പഷൻ ടേക്ക് പ്ലേസ്. അവിടെ നല്ലൊരു കമ്പഷൻ ഉണ്ടാവുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ 2 സ്പാർക്ക് പ്ലഗ്, അങ്ങനെ 4 സ്പാർക്ക് പ്ലഗിൽ 2 സ്പാർക്ക് പ്ലഗ് ഒരേ സമയം, അതിലൊന്ന് കമ്പഷൻ ഉണ്ടായിരിക്കും, മറ്റേ പ്ലഗ് എക്സോസ്റ്റ് സ്ട്രോക്ക് ആയിരിക്കും. സ്പാർക്ക് ഉണ്ടാവും, പക്ഷെ അവിടെ ഒരു ഉപയോഗം, അവിടെ ഒരു വർക്കിങ്ങോ അവിടെ നടക്കുന്നില്ല എന്ന് മാത്രം. ഇൻ ദി ഇഗ്നിഷൻ കോയിൽ ദർ ആർ 2 പ്രൈമറി ആൻഡ് 2 സെക്കൻഡറി വൈൻഡിങ്സ്. ഇതിൽ ഇഗ്നിഷൻ കോയിൽ പടം നോക്കാം. പടത്തിൽ 2 ഇഗ്നിഷൻ കോയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 പ്രൈമറി വൈൻഡിങ്ങും ഉണ്ട്, 2 സെക്കൻഡറി വൈൻഡിങ്ങും ഇതിൽ കൊടുത്തിട്ടുണ്ട്. The rotary Hall effect sensor on the crankshaft controls the flow of current through the primary winding and consequently the production of a high voltage in the secondary winding. ക്രാങ്ക്ഷാഫ്റ്റിൻ്റെ പൊസിഷൻ മനസ്സിലാക്കിയിട്ടാണ് അത് പ്രൈമറി വൈൻഡിങ്ങിനെ കട്ട് ചെയ്യുന്നത്. പ്രൈമറി വൈൻഡിങ് കട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഹൈ വോൾട്ടേജ് ഉണ്ടാവുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ആവശ്യം കൂടി ഇല്ല. ക്രാങ്ക് ഷാഫ്റ്റിൽ ഒരു ഹാൾ എഫക്ട് സെൻസർ വെച്ചിട്ടുണ്ട്. ആ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പൊസിഷൻ മനസ്സിലാക്കിയിട്ടാണ് അവിടെ പ്രൈമറി വൈൻഡിങ്ങിലുള്ള കറണ്ട് അവിടെ കട്ടാവുന്നത്. ദ ട്രിഗർ ഹാസ് 2 ട്രിഗറിങ് പോയിൻറ്റ്സ്, 1 ഫോർ ഈച്ച് പ്രൈമറി വൈൻഡിങ്. ഈ കട്ട് ചെയ്യുന്നത് 2 പോയിൻ്റ് ഉണ്ട്. 2 പ്രൈമറി വൈൻഡിങ്ങിന് ഒരേ സമയം അവിടെ കട്ട് ചെയ്യും. ഈച്ച് ട്രിഗറിങ് പോയിൻറ്റ് സെൻഡ് സിഗ്നൽ ടു ദ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്. 2 പോയിൻറ്റും 2 ട്രിഗറിങ് പോയിൻ്റ് നമ്മൾ നേരത്തെ കണ്ട ഹാൾ എഫക്ട് സെൻസർ ആയിക്കോട്ടെ, അതല്ല വെച്ചെങ്കിൽ മറ്റേ റോട്ടർ സെൻസർ ആയിക്കോട്ടെ, അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കട്ടാവാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഹാൾ എഫക്ട് സെൻസർ കട്ട് ചെയ്യും. 2ഉം ഒരേ സമയം പ്രൈമറി വൈൻഡിങ്ങിനെ കട്ട് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രൈമറി കട്ട് ചെയ്യുന്നതോട് കൂടി തന്നെ ഈ സിമ്മിലേക്ക് കറണ്ട് കൊടുക്കും, സിഗ്നൽ കൊടുക്കും. സോ ദാറ്റ് ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ 1 ഓഫ് ദ 2 പ്രൈമറി വൈൻഡിങ് സ്റ്റോപ്പ്ഡ്. അങ്ങനെ 2 പ്രൈമറി വൈൻഡിങ്ങുകൾ കറണ്ടും അവിടെ നിൽക്കും. When the flow of current is stopped, the magnetic field in the primary winding collapses. Suddenly a high voltage is produced in the secondary winding. നമുക്കറിയാം കോയിലിൻ്റെ പ്രവർത്തനം. പ്രൈമറി വൈൻഡിങ്ങിൽ കറണ്ട് നിൽക്കുന്നതോടുകൂടി ഉടൻ തന്നെ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഹൈ വോൾട്ടേജ് സംജാതമാക്കും. അപ്പോൾ ഈ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഹൈ വോൾട്ടേജ് നേരെ എവിടേക്ക് പോകും? സ്പാർക്ക് പ്ലഗിലേക്ക് പോകും. എ 4-cylinder engine with the firing order 1, 3, 4, 2 has the special arrangement in the cylinders 1 and 4. The cylinders 3 and 2 are paired. 4 സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ നമുക്കറിയാം 1, 3, 4, 2 കറണ്ട് കണക്ഷൻ കൊടുക്കുന്നത്. 1ഉം 4ഉം ഒരേ സമയം, 3, 2ഉം ഒരേ സമയം. ഇൻ 6-cylinder engine which has no distributor, there are കോയില് 2 കോയിൽ ഒരേ സമയം വർക്ക് ചെയ്യണം. ഈ 2 കോയിൽ ഒരേ സമയം വർക്ക് ചെയ്യുന്നതോടുകൂടി 2 പ്രൈമറി വൈൻഡിങ്ങുകൾ കറണ്ട് ഇല്ലാണ്ടാക്കും. ഉടൻ തന്നെ അവിടെ സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് 2 സെക്കൻഡറി വൈൻഡിങ്ങിലേക്കും ഹൈ വോൾട്ടേജ് ഉണ്ടാവും.
ഈ സെക്കൻഡറി വൈൻഡിങ്ങിൽ നിന്ന് നേരെ സ്പാർക്ക് പ്ലഗിലേക്ക് 2 സ്പാർക്ക് പ്ലഗിലും പടം നോക്കി നമുക്കറിയാൻ പറ്റും 2 പ്ലഗിലേക്കും അവിടെ കറണ്ട് കൊടുക്കും. 2 പ്ലഗും ഒരേ സമയം പിസ്റ്റൺ TDSലെത്തുന്നു പോയിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കും. പക്ഷെ എങ്ങനെ പോയാലും ഒരു സിലിണ്ടറിലേ കമ്പഷൻ നടക്കുള്ളൂ, മറ്റോടത്ത് ഒന്നിൽ കംപ്രഷൻ ആവും, മറ്റൊന്നിൽ എക്സോസ്റ്റ് ആയിരിക്കും. ഒരു സ്പാർക്ക് കറക്റ്റ് കംപ്രഷൻ നടക്കും, മറ്റേ സ്പാർക്ക് വെറുതെ അതിനൊരു ഉപയോഗമില്ല, വെറുതെ സ്പാർക്കായി പോകും. വീണ്ടും അടുത്ത സെക്കൻഡിൽ അടുത്ത പിസ്റ്റൺ മുകളിലേക്ക് വരുന്നതിന് പോയിട്ട് അടുത്ത 2 സ്പാർക്ക് പ്ലഗിൽ കറണ്ട് വരും. അവിടെയും ഇത്തരം സംഭവിക്കുന്ന ഒരു സ്പാർക്ക് പ്ലഗിൽ മാത്രമേ കറണ്ട് ഉപയോഗിച്ച് കമ്പഷൻ നടക്കുന്നുള്ളൂ, രണ്ടാമത്തെ വെറുതെ കത്തി പോകുന്നത്. വീണ്ടും ഒരു പ്രാവശ്യം തിരിയുമ്പോൾ തിരിച്ച് ആദ്യം 1ഉം 3ഉം നടക്കുകയാണെങ്കിൽ ആദ്യത്തിൽ 1 നടന്നു, മൂന്നാമത്തിൽ നടക്കില്ല. രണ്ടാമത് കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിൽ 3 നടക്കും, 1 നടക്കില്ല. അപ്പോൾ 2 സിലിണ്ടർ ഒരേ സ്പാർക്ക് പ്ലഗ് കറണ്ട് വരുന്നതുകൊണ്ട് ഒരു പ്ലഗിൽ ഉപയോഗിക്കും, മറ്റേ പ്ലഗ് അടുത്ത റൗണ്ടിൽ ഒരു പ്രാവശ്യം തിരിഞ്ഞതിന് ശേഷമേ അടുത്ത സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുള്ളൂ. ഫിഗർ നിങ്ങൾ നോക്കിയൊന്ന് മനസ്സിലാക്കുക. ഇതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമുക്ക് അത് നിവാരണം ചെയ്യാം. ഈ ഇഗ്നിഷൻ കോയിൽ എന്ന് പറഞ്ഞൊരു ട്രാൻസ്ഫോമറാണ് ഇവിടെ വർക്കിംഗ് നടക്കുന്നത്. നിങ്ങൾ പലതവണ ഒന്ന് കാണുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് സംശയം ചോദിക്കുക. തൽക്കാലം നമ്മളിവിടെ നിർത്തട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി നമുക്ക് കാണാം. നന്ദി, നമുക്ക് നമസ്കാരം.